നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂലയെക്കുറിച്ച് സംസാരിച്ചു. അത്യാവശ്യം സാധാരണ ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് കിഴക്ക് വടക്ക് മൂല അഥവാ ഈശാന മൂലയെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ സർവ്വവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു മൂലയാണ് ഈശാന മൂല അഥവാ തെക്ക് വടക്ക് മൂല. ആ മൂലയും നമ്മൾ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മൂലയാണ്. സർവ്വവിധ എനർജിയും ഊർജവും നമ്മുടെ ഒരിടത്തിലേക്ക്, നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്, കടന്നു വരുന്നത് ഈ കിഴക്ക് വടക്ക് മൂലയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മൂലയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ ആ മൂലയിൽ ഭാരപ്പെട്ട വസ്തുക്കളൊന്നും വയ്ക്കാൻ പാടുള്ളതല്ല. അതൊക്കെ അവിടെ വയ്ക്കാം, കന്നിമൂലയിൽ വയ്ക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്ര വലിയ ഭാരപ്പെട്ട വസ്തുവും നമുക്ക് കന്നിമൂലയിൽ വയ്ക്കാം. പക്ഷേ ഈ ഈശാന മൂല എന്ന് പറയുന്നത് വെറുതെ തുറസായി കിടക്കേണ്ട ഒരു മൂലയാണ്. അവിടെ വൻ മരങ്ങൾ, മതിൽ, അതുപോലെ ഭാരപ്പെട്ട കോൺക്രീറ്റ് സംഭവങ്ങൾ, ഇതൊന്നും അവിടെ ചെയ്തു വെക്കാൻ പാടില്ലാത്തതാകുന്നു. വെറുതെ ഫ്രീ ആയി കിടക്കേണ്ട ഒരു സ്ഥലമാണ് ആ മൂല. വളരെ വൃത്തിയായിട്ട് കിടക്കേണ്ട ഒരു മൂലയാണ് ആ മൂല. വീടിനുള്ളിൽ തന്നെ ആവട്ടെ, നമ്മൾ പടിഞ്ഞാറ് കിഴക്ക് വടക്ക് കിഴക്ക് മൂല കൂടിച്ചേരുന്ന ആ റൂമിൻ്റെ ഉൾവശത്ത് ഭാരപ്പെട്ട വസ്തുക്കളൊന്നും വയ്ക്കാൻ പാടില്ലാത്തതാകുന്നു. അവിടെ പരമാവധി അടുക്കള വരാതെ നോക്കുക, ബാത്റൂം ടോയ്ലറ്റ് വരാതെ നോക്കുക. പൂജാമുറിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്തിന് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ബെഡ്റൂമും ആവാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവർ ആ മുറി ബെഡ്റൂമാക്കി പോന്നിരുന്നു. രാത്രി എന്നും ആരെങ്കിലും ഒരാളുടെ കട്ടിൽ നിന്ന് താഴെ വീഴും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥിരം പതിവായപ്പോൾ അവർ ഒരാളെ പോയി കണ്ടു. അപ്പോഴാണ് പറയണത്, അവിടെ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കാൻ പാടില്ലാത്തൊരു മുറിയാണത്. സ്ഥിരമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ അതെവിടെ കിടക്കാം, മാസ്റ്റർ ബെഡ്റൂമായ കന്നിമൂലയിൽ കിടക്കാം. ഈ ഈശാന മൂലയിലുള്ള ഈ ഒരു റൂമിൽ, ഈ ഒരു ബെഡ്റൂമിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈശാന മൂലയിലുള്ള റൂമിലാണ് കേട്ടോ. ഈ ബെഡ്റൂമിൽ സ്ഥിരമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ കിടക്കാൻ പാടില്ലാത്തതാകുന്നു. അവരത് മാറ്റി. അതുപോലെ നമുക്ക് ഈ വടക്ക് തെക്ക് ഈ മൂലകളിൽ കിണറൊക്കെ വരാം. ആഴത്തിലുള്ള നിർമ്മിതികളൊക്കെ ആവാം. പണിതുയർത്തിരിക്കുന്ന സംവിധാനങ്ങളൊന്നും, അല്ലെങ്കിൽ ഒരു വലിയ വൻ മരം, അല്ലെങ്കിൽ മതിൽ, ഇതൊന്നും അവിടെ പാടില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് കടന്നു വരാനായിട്ട് ഇവിടെയല്ല, വേറൊരു ഭാഗത്താണ് വഴി അകത്തേക്ക്, അതായത് നേരെ കിഴക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ആ ഭാഗത്ത് മതിലൊക്കെ തീർത്തിരിക്കുന്ന ഒരു സ്ഥലം ആണെങ്കിൽ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കടക്കാനായിട്ടൊരു വഴി അവിടെ പറ്റില്ല, നേരെ കിഴക്കെന്നേ പറ്റുള്ളൂ എന്ന് വരികിൽ നമുക്കവിടെ വഴി തീർക്കേണ്ട പകരം എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഹോൾ, ഒരു കവാടമാണ്, ഒരു വാതിലാണ് എന്ന് തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. വളരെ മനോഹരമായ പൂച്ചെടികളും ചെറിയ ചെറിയ ചെടികൾ, മരങ്ങളല്ല, ചെറിയ ചെടികളൊക്കെ നമുക്ക് അവിടെ വെച്ച് പിടിപ്പിച്ച് ആ ഭാഗം മനോഹരമാക്കാം. നമ്മുടെ മുറ്റത്തിൻ്റെ ആ ഭാഗം വളരെ മനോഹരമാക്കാം. അവിടുന്നാണ് പ്രധാന ഗേറ്റ് ശരിക്കും ഒരു വീട്ടിലേക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വഴി നല്ല മനോഹരമാക്കി നമ്മുടെ വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഐശ്വര്യം കുടുംബത്തേക്ക് കയറി വരും. ഒരു ഊർജ സ്രോതസ്സാണ് ആ വഴി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ കിഴക്ക് വടക്കേ മൂല, ഈശാന മൂല നമുക്ക് ഒരുപാട് നന്മകൾ കൊണ്ടുതരും. അപ്പോൾ ഇനിയുള്ള
കാലമെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു ഐശ്വര്യമുള്ള കുടുംബജീവിതം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും.